വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബെത്ലഹീം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മീക 5 അധ്യായം 2 വാക്യം. എന്നാൽ നീ ബെത്ലഹേം എഫ്രാത്തെ, യഹൂദയിലെ ആയിരങ്ങളുടെ ഇടയിൽ ചെറുതാണെങ്കിലും നിന്നിൽ നിന്ന് എനിക്ക് ഇസ്രായേലിന്റെ അധിപതിയായിരിക്കേണ്ടവൻ പുറപ്പെടും. അവന്റെ ഉത്ഭവം പണ്ട് മുതലേ തന്നെ, നിത്യം മുതൽ തന്നെ. ബെത്ലഹേം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു ജനിച്ച സ്ഥലം. നസ്രേത്തിൽ നിന്ന് 6 മൈൽ പടിഞ്ഞാറുള്ള ഈ ചെറിയ പട്ടണം രക്ഷകന്റെ ജനന നിമിത്തം ലോകമെമ്പാടും അറിയപ്പെട്ടു. ക്രിസ്തു നിങ്ങളിൽ ജനിച്ചാൽ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ഇപ്പോൾ സങ്കല്പിക്കുക. ബെത്ലഹേം എന്ന പേരിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ്. തന്നെ ജീവനുള്ള അപ്പം എന്ന് വിളിക്കുകയും എല്ലാ മനുഷ്യവർഗത്തിനും വേണ്ടി തന്നെ നൽകുകയും ചെയ്ത രക്ഷകൻ അവിടെ ജനിച്ചത് എത്ര ഉചിതമാണ്. അത് യഹൂദയിലെ ബെത്ലഹേം ആയിരുന്നു. എന്തുകൊണ്ട് യഹൂദ? കാരണം യഹൂദ എന്ന പേരിന്റെ അർത്ഥം ഞാൻ കർത്താവിനെ സ്തുതിക്കും എന്നാണ്. തന്റെ ജനനത്തിന്റെ സ്തുതികളിൽ വസിക്കുന്ന ദൈവം സ്തുതികളുടെ നടുവിൽ യഹൂദയിലെ ബെത്ലഹേമിൽ ജനിക്കാൻ തീരുമാനിച്ചു. എത്ര പൂർണ്ണമായ ഒരു ദൈവിക പദ്ധതി! ബെത്ലഹേമിന് മറ്റൊരു പേരുമുണ്ടായിരുന്നു, എഫ്രാത്ത, അതായത് ഫലഭൂഷ്ടമായത്. ബെത്ലഹേമിൽ ജനിച്ച ക്രിസ്തുവിൽ നാം നിലനിൽക്കുമ്പോൾ നാമും ഫലം കായ്ക്കും. കാരണം അവൻ പറഞ്ഞു, ഞാൻ യഥാർത്ഥ മുന്തിരിവള്ളിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലം നിങ്ങൾ കാണുന്നുണ്ടോ? ഒരിക്കൽ ദാവീദ് രാജാവിന് വളരെ ദാഹമുണ്ടായിരുന്നു. അവന്റെ ഹൃദയം ബെത്ലഹേമിലെ കിണറ്റിൽ നിന്നുള്ള വെള്ളത്തിനായി കൊതിച്ചു. ബൈബിൾ പറയുന്നു, 30 തലവാന്മാരിൽ 3 പേർ പാറയിൽ ദാവീദിന്റെ അടുക്കൽ ഗുഹയിലേക്ക് പോയി. ഫെലിസ്ത്യരുടെ സൈന്യം റെഫായിം താഴ്വരയിൽ പാളയമിറങ്ങി. അപ്പോൾ ദാവീദ് കോട്ടയിലായിരുന്നു. ഫെലിസ്ത്യരുടെ പട്ടാളം ബെത്ലഹേമിൽ ഉണ്ടായിരുന്നു. ദാവീദ് വാഞ്ചയോട് പറഞ്ഞു, അയ്യോ, വാതിൽക്കലുള്ള യെരൂശലേമിലെ കിണറ്റിൽ നിന്ന് ആരെങ്കിലും എനിക്ക് കുടിക്കാൻ വെള്ളം തന്നിരുന്നെങ്കിൽ. അങ്ങനെ 3 ഫെലിസ്ത്യരുടെ പാളയം തകർത്ത് വാതിൽക്കലുള്ള ബെത്ലഹേമിന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിരുന്നാലും ദാവീദ് അത് കുടിക്കാൻ മനസ്സില്ലാതെ യഹോവയ്ക്ക് ഒഴിച്ചു. ഇത് 1 ദിനവൃത്താന്തം 11 അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ഇന്നും ലോകം ബെത്ലഹേമിൽ നിന്നൊഴുകുന്ന ജീവജലത്തിനായി ദാഹിക്കുന്നു. അന്ന് ബെത്ലഹേം ഫെലിസ്ത്യരുടെ നിയന്ത്രണത്തിലായിരുന്നതുപോലെ ഇന്ന് ലോകം തിന്മയുടെ ശക്തിയിലാണ്. എന്നാൽ പ്രാണൻ, ആത്മാവ്, ശരീരം, നമ്മുടെ അസ്തിത്വത്തിലെ 3 ശക്തരായ പുരുഷന്മാർ എഴുന്നേൽക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. കാൽവറിയിലെ തന്റെ യാഗത്തിലൂടെ ക്രിസ്തു ഇതിനകം നമുക്ക് ജീവജലം കൊണ്ടുവന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വലിയ രക്ഷ നിങ്ങൾക്കായി മാത്രം സൂക്ഷിക്കരുത്. തണുപ്പിനും മഞ്ഞിനും ഇടയിൽ എളിമയോടെ കിടന്ന രക്ഷകനെ നോക്കൂ. ബെത്ലഹേം നിങ്ങളെയും വിളിക്കുന്നു, ത്യാഗത്തിന്റെയും കീഴടങ്ങളുടെയും ജീവിതം നയിക്കാൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഫിലിപ്പിയർ 2 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെ താഴ്ത്തി മരണത്തോളം, ക്രൂശിത മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ മീക 6-7 അധ്യായങ്ങൾ, വൈകുന്നേരം വെളിപ്പാട് 13 അധ്യായം. ആമേൻ.